ഇന്നലെ ഏടത്തി പറഞ്ഞത് കേട്ടാണല്ലോ. ദേ ഏടത്തി ഈ വീട്ടിൽ നിൽക്കണോ അതോ പോണോ? നിങ്ങൾ കാരണം ഏട്ടത്തി ഇവിടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ രണ്ടുപേരെ ഞാൻ ഓടിച്ചോടും. ഉറപ്പാ. മതിയടാ, നിർത്ത്. ഇതാണ് നമ്മുടെ കുടുംബം കേട്ടാ. കാലങ്ങളായിട്ട് ജീവിച്ചു പോകുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പെട്ടെന്നൊരു ദിവസം എല്ലാ മര്യാദയും തികഞ്ഞൊരു കുടുംബമായിട്ട് ജീവിക്കാൻ ഇച്ചിരി പാടാ. നീ ഇപ്പൊ നിന്റെ പണി അവിടെ. അത് ശരി. അപ്പൊ ഒരു കാര്യം നിങ്ങൾ വഴക്കുണ്ടാകുന്നുണ്ട്, ഞങ്ങൾ വായും പൂട്ടി. നീ എന്താ നിർത്തിയേ? പറടാ. വരൂ വരൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നന്നായിട്ട് ഉറങ്ങിയല്ലോ അല്ലേ? ഇതേ വീടൊക്കെ അടിച്ചു തൂത്ത് വൃത്തിയാക്കിയിട്ട് വിളക്കം വെച്ചു. ഇതേ കണ്ടോ, മുറ്റം വൃത്തിയാക്കിയിട്ടുണ്ട്. നോക്കിയേ. നോളയടത്തി മുറ്റൊക്കെ അടിച്ചു വരും ഞാനാ. എന്നോട് മാത്രം മിണ്ടില്ലെന്ന് ഞാൻ വിചാരിച്ചേ. ഇപ്പൊ നിന്നോട് മിണ്ടില്ലാൻ തീരുമാനിച്ചല്ലോ. ഈശ്വര, ഇപ്പഴായിരിക്കും ഒരു സ്വഭാവമായത്. ഇങ്ങനെയൊക്കെ എന്തിനാ സുഖ? വാടാ വാടാ, അസുഖം തന്നെ ഞാൻ ഇനി രണ്ടെണ്ണം കൂടെ അടികൂടെ നിന്നാണല്ലോ. രണ്ടിന്റെ തലക്ക് പിടിച്ച് കിഴിക്കാൻ കൂടി ഞാൻ. എന്താ മോളെ? അയ്യോ, ഇപ്പഴാ അച്ഛൻ ബാത്റൂം പോയിട്ട് വന്നേ. അതെ, നിങ്ങൾക്ക് എന്താ വെള്ളവും പോകുന്നില്ലേ? ടോയ്ലറ്റ് ഇത്ര വൃത്തിയാക്കി ഉപയോഗിക്കാൻ അന്നോട് നിങ്ങൾക്ക്? വീട്ടിലുള്ള മറ്റുള്ളവരും അതേ ടോയ്ലറ്റ് തന്നെ ഉപയോഗിക്കുന്നത്. അവിടെ പോയിരുന്ന് ബീഡി വലിക്കുക, ഉമ്മറത്ത് നിന്ന് മണ്ണ് ചവിട്ടി അകത്തേക്ക് കയറ്റുക, നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ തിരിച്ചു വരിക. എത്ര തവണ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം? അതെടാ, ഞാൻ നിന്നെ പിച്ച വെക്കാൻ പഠിപ്പിച്ചല്ലേ. ഇനി ഈ പ്രായത്തില് എന്നെ എങ്ങനെ കക്കൂസി പോവാന്ന് നീ പഠിപ്പിക്കും. അത് തന്നെയാണ് നാളുകളായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ അനുസരിക്കാൻ വൈകില്ലേ? ബാക്കിലൊരു പറഞ്ഞുണ്ടല്ലോ, അവിടെ പോയിട്ട് കാര്യം സാധിച്ചിട്ട് പറഞ്ഞു. ഇനി ഒരു തവണ കൂടി ഇമാര് തോന്നിയ കാണിച്ച അച്ഛനാണ് ഞാൻ നോക്കൂല. പറഞ്ഞേക്കാം. പറഞ്ഞു മനസ്സിലായോ? അതെ, ഈ വീട്ടിൽ ഞാൻ നിക്കണോ പോണോ? എപ്പൊ നോക്കിയാലും വഴക്കാണല്ലോ. ഒരു ചെറിയ കാരണം കിട്ടിയാ അത് വെച്ച് വഴക്കുണ്ടായിക്കോളും. ഒരു ദിവസം വഴക്കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ലേ? സമാധാനത്തോടെ വഴക്കില്ലാതെ ഒരു കാര്യം സംസാരിക്കാൻ അറിയില്ല നിങ്ങൾക്ക്? അതല്ല, ഇയാൾക്ക് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റ് ശരിയല്ല. മൂക്ക് പത്തിയല്ല ഇയാൾ പുറത്തേക്ക് വന്നേ. അതാ ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് അതിങ്ങനെ ചോദിക്കാൻ പാടുള്ളൂന്നുണ്ടോ? മനുഷ്യർ തമ്മിൽ കാണിക്കേണ്ട മര്യാദ എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക്? എല്ലാവരോടും ഈ രീതിയിൽ സംസാരിക്കത്തുള്ളോ? നിധി മോളെ, അത് വിട്. ഇനി മേലില് ഒരു വഴക്കുണ്ടാക്കില്ല, ഞാൻ നോക്കിക്കോളാം. സുഭാഷിയുടെ ഉണ്ടായിരിക്കും ഓവറായിട്ട് സ്പേസ് കൊടുത്ത് ഇവരെല്ലാം വഷളാക്കുക. ചെറുപ്പം മുതൽ നിയന്ത്രിച്ചിരുന്നെങ്കിലേ ഇങ്ങനൊന്നും ആവില്ലായിരുന്നു. ഒരു ചെറിയ വിഷയം കിട്ടിയാൽ മതി, അത് പറഞ്ഞ് അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി നിലത്ത് കിടന്ന് ഉരുണ്ട്. ഇനി ഈ വീട്ടിലൊരു വഴക്കുണ്ടായ ആ നിമിഷം ഞാൻ എന്റെ പാട് നോക്കി ഇറങ്ങിപ്പോകും. ഇതിപ്പോ എന്നെയാണല്ലോ നോക്കുന്നത്. വേഗം സ്ഥലം കാലിയാക്കുന്നതായിരിക്കും ബുദ്ധി. ഞാൻ പോകുന്നു പറഞ്ഞു കേട്ടിട്ടാണോ? ചുമ്മാ പറഞ്ഞടാ. ചുമ്മാതാണെങ്കിലും അങ്ങനെ പറയാതിരുന്നു. അല്ലെങ്കിൽ ഇവരുടെ വഴക്കിനെ പിടിച്ചെത്താൻ പറ്റില്ല. അടികൂടാൻ ഒരു കാരണം കണ്ടെത്താൻ കാത്തു നിൽക്കുന്ന പോലെ രണ്ടാളും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. നീ വേറെ വിചാരിക്കും. മോളെ, ബാത്റൂം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അയ്യാ, ആ ഫോൺ നോക്കിയേ. कॉल कट हो गया। ഞാൻ വിളിച്ചോളാം. सुबह से कविता फिर बुला रहे। നീ ഫോണിൽ എടുത്തേ കേട്ടോ. पकड़ो। ഹലോ. ഹലോ, ഞാൻ കവിതയാ. മനസ്സിലായി, പറഞ്ഞോളൂ. പണിസ്ഥലത്താണോ? അതെ. സംസാരിക്കാവോ? അല്ല, പറഞ്ഞോളൂ. അന്ന് കണ്ട് പിരിഞ്ഞതിന് ശേഷം നമ്മള് വീണ്ടും സംസാരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. നമുക്കൊന്ന് നേരിൽ കാണാവോ? അല്ല, നേരില് അല്ല, എപ്പോഴത്തേക്കാ? അത് സുഭാഷേട്ടൻ പറഞ്ഞാ മതി. ഞാൻ ഇപ്പൊ ഇത്ര ജോലിയില്ല. ഉച്ചയ്ക്ക് ശേഷം മതിയോ? ആയിക്കോട്ടെ, 2 മണി. ശരി ശരി. ഓക്കെ, ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ശരി. ഭയ്യ, ആരാ അത്? പഴയ ആളാണോ പെണ്ണ് കാണാൻ പോയ? അത് ഓക്കെ, അറിയില്ല. എന്താ ഒരു സംശയം? അതെ, മുമ്പ് നോ പറഞ്ഞ കുട്ടിയാ. എന്ന് വെച്ചാ അല്ലടാ, ഒറ്റയ്ക്ക് മാറി താമസിച്ചാലേ കല്യാണത്തിന് സമ്മതിക്കുന്ന പറഞ്ഞ ആളാ. ഇപ്പൊ പക്ഷേ ഓക്കെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഒരു സംശയം. ഭയ്യ, കുറെ ആലോചന വന്നു കഴിഞ്ഞപ്പോ സുഭാഷേട്ട ഓക്കെ ആണെന്ന് അവർക്ക് തോന്നിക്കാണും. ആണോ? ആണെന്നേ, ഒന്ന് സംസാരിച്ച് നോക്ക്, അപ്പൊ മനസ്സിലാവും. ഹായ്. എന്നിട്ട് കുറെ നേരമായോ? കുറച്ചു നേരമായി. ഒരു സ്മൂത്തി കഴിച്ച് ആ നേരം കളഞ്ഞു. ഞാനേ ഇയാൾ ഫോൺ ചെയ്തപ്പോ പണിസ്ഥലത്തായിരുന്നു. എന്റെ വീട്ടിൽ പോയി ഡ്രസ്സ് മാറിട്ട് വരാനുള്ള സമയം കിട്ടിയില്ല. അതൊന്നും കുഴപ്പമില്ല. ഇരിക്കും. ഇയാളിരിക്കും. കുടിക്കാൻ എന്താ വേണ്ടേ? ഞാൻ കുടിച്ചതേ ഉള്ളൂ. ഇവിടെ എന്താ വേണ്ടേ? അല്ല, എനിക്കൊന്നും വേണമെന്നില്ല. അത് സാരില്ല. വാട്ടർമെലൺ കഴിക്കുമല്ലോ. 2 വാട്ടർമെലൺ ജ്യൂസ്. എന്നിട്ട് സുഖായിരിക്കുന്നു? ഞാൻ സുഖായിരിക്കുന്നു. ഇയാളോ? ഞാൻ സുഖായിരിക്കുന്നു. അല്ല, അച്ഛൻ അമ്മ അനിയത്തിയൊക്കെ? ആരെയും മറന്നിട്ടില്ലല്ലോ. അല്ല, മറക്കാൻ മാത്രം നാളുകളൊന്നും ആയിട്ടില്ലല്ലോ അവരെ കണ്ടിട്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു 3 മാസമല്ലേ ആയിട്ടുള്ളൂ? അതെ അതെ. പക്ഷേ സാധാരണ പതിവായി കാണുന്നവര് പോലും ഇങ്ങനെ എടുത്തു ചോദിക്കാറില്ല. അതുകൊണ്ട് ചോദിച്ചത്. സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴേ എനിക്ക് അതിശയം തോന്നുക. വീണ്ടും നിങ്ങളെ കാണുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അല്ല, ഞാനും അതെ, ഒട്ടും വിചാരിച്ചില്ല. അല്ല, എങ്ങനെയാ ഇയാള് വീട്ടില് വീണ്ടും ആലോചന വന്നത്? അന്ന് നിങ്ങൾ വന്നു പോയതിനു ശേഷം എനിക്ക് 2-3 ആലോചനകൾ വന്നിരുന്നു. ഒന്നും എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഇയാളെ പക്ഷേ എന്റെ വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു. എനിക്കും നിങ്ങളുടെ ഇന്നസെൻസ് വലിയ ഇഷ്ടമായി. നിങ്ങളുടെ അടുത്ത് ഞാൻ കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു തോന്നലുണ്ടായി. എന്തെങ്കിലും റെസ്ലെസ് ആയിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നതല്ലേ, അതാവും. ഓ, ജ്യൂസ് കുടിക്കാം. അനിയന്മാരൊക്കെ എന്താ പറയുന്നു? എല്ലാവരും നന്നായിരിക്കുന്നു. എനിക്ക് നേരെ താഴെയുള്ളവനില്ലേ, അവന്റെ കല്യാണം കഴിഞ്ഞു. നിധി എന്ന പെണ്ണിന്റെ പേര്. എനിക്കറിയാം. കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്ത് തന്നെ ചെറിയൊരു വീട് വെച്ച് മാറി താമസിക്കാമല്ലോ. എവിടെ വീട് നോക്കാൻ പോകുന്നേ? ഏത് വീട്? അല്ല, നമുക്കൊരു വീട് നോക്കണ്ടേ? അന്ന് പറഞ്ഞ പോലെ 2 വീടിന്റെ ഇടയ്ക്കൊരു സ്ഥലം നോക്കിയാൽ മതി. അങ്ങനെയായാ നമുക്ക് പോയി വരെ എളുപ്പമാവുമല്ലോ. അല്ല, എന്തിനാ വേറെ വീട് നോക്കുന്നത്? എന്റെ വീട് പഴയതായതുകൊണ്ടാണോ? എന്നാലും അവിടുന്ന് മാറി താമസിക്കാൻ ശരിയാവും തോന്നുന്നില്ല. ഹരീഷിന്റെ വർക്ക്ഷോപ്പും നികേഷിന്റെ കോളേജും ഒക്കെ ആ വീടിനടുത്താ. പിന്നെ സുധീഷിന് കാർ പാർക്കാനുള്ള സ്പേസും ആ വീട്ടിലുണ്ട്. പിന്നെ എന്തിനാ അവിടുന്ന് പോകണം? അത് മാത്രമല്ല, വീട് പൂട്ടിയിട്ടിട്ട് പോന്നു കഴിഞ്ഞാലേ ആ നിമിഷം വല്യച്ഛനും അമ്മായും കൂടി അത് കൈകയറും. അതിന് ആ വീട് പൂട്ടിയിട്ട് എല്ലാവരുമായിട്ട് മാറാൻ ആര് പറഞ്ഞു? നമുക്ക് 2 പേർക്കും മാത്രമായി മാറി താമസിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അല്ല, നമ്മളതിന് മാറണം. അപ്പൊ നിങ്ങളുടെ അനിയനൊന്നും പറഞ്ഞില്ലേ? അല്ല, മുമ്പ് ഇതേപോലെ നമ്മൾ കണ്ടപ്പോ ഈ വിഷയം സംസാരിച്ചല്ലേ? അന്നും ഞാൻ എന്റെ കാര്യം പറഞ്ഞാണല്ലോ. പക്ഷേ
നിങ്ങൾ തനിയെ മാറി താമസിക്കാൻ തയ്യാറാവുന്ന അത് ഞാനോ എന്റെ അനിയന്മാരെ വിട്ട് ഞാൻ മാറി താമസിക്കാനോ? അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നാണല്ലോ പറഞ്ഞത്. ആര് പറഞ്ഞു? നിങ്ങളുടെ അനിയന്മാര്. അവര് അതെ, അവരെങ്ങനെ പറഞ്ഞു? അവർ ആ വീട്ടിൽ താമസിക്കാനും നമുക്ക് വേറെ താമസിക്കാനും അവര് തന്നെയാ പറഞ്ഞത്. അവര് നേരിട്ട് എങ്ങനെ പറഞ്ഞു? എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണമെന്നും ഇതിന് തയ്യാറാണെന്നും അവരാ പറഞ്ഞത്. ഞാൻ ഇറങ്ങാം. എന്തു പറ്റി? അല്ല എനിക്ക് ജോലിയുണ്ട്, പോട്ടെ. മാരേജിന് മാരേജ് ഹാള്, ഫുഡ്, പിന്നെന്താ? ഡ്രസ്. ആ അതന്നെ. അല്ല ഈ കല്യാണത്തിന് എത്ര ലക്ഷം ചെലവായാലും നോക്കിക്കോളാം എന്ന് സാറല്ലേ പറഞ്ഞത്? ഇന്നാ എഴുത്. അതിപ്പോ ലിസ്റ്റ് ഇടുന്നല്ലേ ഉള്ളൂ. അതിപ്പോ ആരെഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നീ തന്നെ എഴുതിയാൽ മതി. ഈടാ ബാക്കി പറ. പിന്നെ സുഭാഷ് ഏട്ടൻ. എന്താ സുഭാഷേട്ടാ, ജോലി ഉണ്ടായില്ലേ? എന്നാ ഇരിക്കും, നമുക്കേ കല്യാണത്തിന്റെ ഒക്കെ പ്ലാൻ ചെയ്യാം. ഇങ്ങനെ ജോലിക്ക് പോകുന്നുണ്ടോ? പോകുന്നില്ലെങ്കിൽ ഞാൻ ഇത്തിരി മീൻ വാങ്ങിച്ചിട്ട് വരാട്ടോ. സുഭാഷേട്ടൻ നല്ലൊരു കറി ഉണ്ടാക്കും. ഞാൻ എന്തിനും ഉണ്ടാക്കണം? ഇതുപോലെ നിങ്ങൾ തന്നെ അടുക്കള കയറി പാചകം ചെയ്താൽ മതി. എല്ലാവർക്കും പ്രാക്ടീസ് ആവണ്ടേ? എല്ലാവരും കൂടി എന്നെ പുറത്താക്കാനായിരുന്നല്ലോ പ്ലാൻ. അപ്പൊ പ്രാക്ടീസ് ചെയ്തിട്ട് നേരെ തുടങ്ങുന്നത് നല്ലതാ. ഈ സുഭാഷേട്ടനെ പുറത്താക്കാനോ? സുഭാഷേട്ടൻ എന്താ ഈ പറയുന്നത്? ഏട്ടൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് നിനക്ക് തെറ്റായിട്ട് തോന്നണ്ട. വേണമെങ്കിൽ മോള് പോയി മുറിയിലിരുന്നു. എന്തൊരു സുഭാഷ് ഏട്ടാ? ആ പെണ്ണില്ലേ കവിത, അവളെ ഇപ്പൊ കണ്ട് സംസാരിച്ചില്ല ഞാൻ വരുന്നത്. നിങ്ങൾ മറച്ചു വെച്ചതെല്ലാം അറിഞ്ഞിട്ട് തന്നെ നിങ്ങളൊക്കെ കൂടി എന്തോ എന്നിൽ നിന്ന് വിളിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ ഒരു വിഷയമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നേരത്തെ തന്നെ കവിത എന്നെ നേരിക്കണ്ട് ഒറ്റയ്ക്ക് വീടെടുത്ത് മാറാൻ കഴിയുമെന്ന് ചോദിച്ചിരുന്നതാ. പറ്റില്ല എന്ന് പറഞ്ഞ് ആ ബന്ധം ഞാൻ അപ്പോഴേ അവസാനിപ്പിച്ചത്. അന്ന് അത് സംബന്ധിച്ച ആ കുട്ടിക്ക് ഇപ്പൊ മനസ്സ് മാറാൻ ഒരു കാരണമില്ലല്ലോ എന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ വീണ്ടും സംബന്ധിച്ചതിനെ പറ്റി ഞാൻ നിങ്ങളോടും ചോദിച്ചു. അപ്പൊ നീ പറഞ്ഞെന്താടാ? അന്ന് അവരങ്ങനെ പറഞ്ഞില്ലേ അവർക്ക് വിഷമമുണ്ടെന്ന്, അല്ലെ? സുഭാഷേട്ടാ അത് എന്റെ അനിയന്മാര് പറയുന്നതല്ലേ, അത് ശരിയായിരിക്കുമെന്ന് ഞാനും അങ്ങ് കരുതി. പക്ഷേ ഇന്ന് കവിത എന്നെ നേരി കാണുമെന്ന് പറഞ്ഞത് എത്ര നന്നായി. അല്ലെങ്കിൽ കല്യാണം വരെ നിങ്ങൾ എല്ലാവരും കൂടി ഒളിപ്പിച്ചു വെച്ചാൽ പറഞ്ഞു. ആ കുട്ടി എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഈ വീട് വിട്ട് പോകണം, എന്നിട്ട് മറ്റൊരു വീടെടുത്ത് താമസിക്കണം, എന്നാലേ ഈ കല്യാണം നടക്കും, അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ഇവിടെ വേണ്ടാന്ന് എന്നോട് ആലോചിക്കാതെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു, അല്ലെ? നികേഷ്, ഞാനില്ലാതെ നിനക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റും, അല്ലടാ? ഇല്ല സുഭാഷേട്ടാ, അങ്ങനെ പറ്റുന്ന ഏട്ടനും അതിനോടെ. ഇനി അത് ഞാൻ വിശ്വസിക്കില്ല. എന്ന് കരുതി എത്ര ഏട്ടനെ ഞങ്ങൾ പിടിച്ചു. സ്വന്തമായിട്ട് ജീവിതം ഏട്ടനും വേണ്ടേ? കല്യാണം നടക്കണ്ടേ? സുഭാഷയുടെ സന്തോഷമായിട്ട് അത്ര ഞങ്ങൾ ആലോചിച്ചോളൂ. എന്നെ അറിയണോ നിനക്ക്? ഇത്രയും നാളായിട്ട് എന്റെ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലേ? എടാ, ഞാൻ സന്തോഷിക്കുന്നത് നിങ്ങളുടെ കൂടെ സന്തോഷം കാണുമ്പോഴാ, അല്ലാതെ കല്യാണം കഴിക്കുമ്പോഴൊന്നുമല്ല. എന്റെ സന്തോഷം നിങ്ങളാണെന്ന് കൂടെ ഇതേവരെ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലേ? നിങ്ങളാണോ അനിയന്മാര്? സുഭാഷേട്ടാ, ആ സെന്റിമെന്റ്സ് ഞങ്ങൾക്ക് ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ അതും നോക്കിയിരുന്ന സുഭാഷേട്ടന്റെ കല്യാണം നടക്കില്ല. ഞങ്ങളെയും നോക്കി ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയണമെന്ന് സുഭാഷേട്ടന് എന്താ തലവരെയുണ്ടോ? ആ കല്യാണം നടക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ട് അത് ചെയ്ത്. സ്വന്തമായിട്ടൊരു ജീവിതം സുഭാഷേട്ടനും വേണ്ടേ? അതെ സുഭാഷേട്ടാ, സുഭാഷേട്ടൻ കല്യാണം കഴിഞ്ഞ് പോകണം. സുഭാഷേട്ടൻ മാത്രമല്ല എല്ലാവരും വിവാഹം കഴിഞ്ഞ് ഈ വീട് വിട്ട് പോകാനുള്ളവര് തന്നെയാ. സുഭാഷേട്ടാ, അതിലെന്താ ഇപ്പൊ ഇത്ര കുഴപ്പമുള്ളേ? അതിനുവേണ്ടി ഇപ്പോ ഇങ്ങനൊരു സീൻ എന്തിനാ? സുഭാഷേട്ടൻ കല്യാണം വേണ്ട. ആ കല്യാണം ഇവിടുന്ന് മാറി താമസം നടക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണേട്ടാ. ഞാൻ പറഞ്ഞോടാ എനിക്ക് കല്യാണം വേണമെന്ന്. ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും ആവശ്യപ്പെട്ടോ? പ്രായം ഇത്രയെന്ന് പറഞ്ഞ് പ്രായം ഇത്രയായിട്ടും കല്യാണം നടന്നില്ലെന്നത് നിങ്ങൾക്ക് പ്രശ്നമായിരിക്കാം, ചില നാട്ടുകാർ ചോദിക്കുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. ഇത്ര നാളായിട്ടും കല്യാണമായില്ലോ എന്ന് ഞാൻ ഇന്നേ വരെ വിഷമിച്ചിട്ടില്ല. എടാ, ഒരാളുടെ സന്തോഷം ഏതിലാണെന്ന് അയാളാണ് നിശ്ചയിക്കേണ്ടത്. എന്റെ സന്തോഷം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വിവാഹം കഴിക്കുന്നല്ലോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ തനിയെ പോയി താമസിക്കുന്നതിലോ ഒന്നുമല്ല. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിലും ഭക്ഷണം ഒരുക്കി വിളമ്പി അത് നിങ്ങളോടൊപ്പം ഇരുന്ന് കഴിക്കുന്നതിലും നിങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിലും ഒക്കെയാ എന്റെ സന്തോഷം. നിനക്കത് ഒരു സെന്റിമെന്റ്സ് ആയിട്ട് തോന്നിയേക്കാം. നീ എന്താ പറഞ്ഞ? സീൻ അല്ലേ? സുഭാഷേട്ടാ, അങ്ങനെ തോന്നുന്നതേ നിങ്ങളുടെ പ്രശ്നം, അത് എന്റെ പ്രശ്നമല്ല. എടാ, ഞാൻ ഇതാണ്, എനിക്ക് ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിച്ച് സംതൃപ്തിയോടെ കിടന്നുറങ്ങുന്നത് കാണുമ്പോഴേ എനിക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. അത് വേറെ എവിടെ നിന്ന് എനിക്ക് കിട്ടത്തില്ലടാ. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. വിവാഹം കഴിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നിങ്ങൾക്ക് സന്തോഷമൊക്കെ, അതാവാം. പക്ഷെ എന്നോട് അത് ചെയ്യാൻ പറയരുത്. സുഭാഷേട്ടൻ ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങളുടെ ചേട്ടന്റെ വിവാഹം നടക്കാത്തതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടായിരിക്കാം, അതെനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ഓരോ തവണയും പെണ്ണ് കാണാൻ വന്നിരിക്കുന്നത്. എന്നാ ഇത്തവണ ഞാൻ പറയുന്നു, നിങ്ങൾ ഏർപ്പാടാക്കിയ ഈ കല്യാണം എനിക്ക് വേണ്ട. സുഭാഷേട്ടാ, അവരെന്തുകൊണ്ടാവും കല്യാണത്തിന് സമ്മതിച്ചത് എന്ന് എന്റെ സംശയം ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ നീ ഇവരോടൊപ്പം നിന്ന് എന്നോടെല്ലാം മറച്ചു വെച്ചു, അല്ലെ? ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ വന്നോളൂ. ശരിക്കും നിലവിളി ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് ചോരടിക്കാൻ താഴെ വീണതാ. 4 പേരും കൂടി ഇതിനടിയിൽ വന്ന് മുകളിലേക്ക് നോക്കി നിൽക്കും. എപ്പോഴാ വീഴാൻ